എല്ലാവർക്കും ഒരിക്കൽ കൂടി ടെജി ഓൺലൈനിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ ജോയിന്റ് ഓപ്പറേഷൻസിനെ കുറിച്ചിട്ടായിരുന്നു സംസാരിക്കുന്നത്. ഇത് ബൈനറി റിലേഷണൽ ഓപ്പറേഷൻസ് ആണ്. ജോയിന്റ് ഓപ്പറേഷനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുവാനായിട്ട് സാധിക്കും. ഇതൊരു ബോട്ടൈ സിമ്പലാണ്. സാധാരണ നമ്മൾ റിലേഷണൽ ഓപ്പറേഷനിൽ ഉപയോഗിക്കുന്ന കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിന്റെയും അതുപോലെ തന്നെ സെലക്റ്റിന്റെയും ഒരു കോമ്പിനേഷണൽ ഓപ്പറേഷനായിട്ട് നമുക്ക് ഈ ജോയിന്റ് ഓപ്പറേഷനെ കൺസിഡർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സാധാരണ രണ്ട് റിലേഷണൽ നിങ്ങൾ കൺസിഡർ ചെയ്യുക. n നമ്പേഴ്സ് ടപ്പിൾസ് ഉള്ള R എന്ന റിലേഷനും m ടപ്പിൾസ് ഉള്ള S എന്ന റിലേഷനും നമുക്ക് വേണമെങ്കിൽ ഒരു ജോയിന്റ് കണ്ടീഷന്റെ ബേസിൽ കമ്പൈൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു സിംഗിൾ റിലേഷൻ ഫോം ചെയ്യിക്കാനായിട്ട് പറ്റും. അതിന് ജനറലായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു നൊട്ടേഷൻ R, അതിനുശേഷം ഒരു ജോയിന്റ് കണ്ടീഷൻ, അതിനുശേഷം S എന്ന് പറയുന്ന റിലേഷൻ. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് ആയിട്ട് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഈ രണ്ട് റിലേഷനിലുമുള്ള ടപ്പിൾസിന്റെ ഒരു കോമ്പിനേഷൻ ഒരു റിസൾട്ട് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതിനു മുമ്പ് നമ്മൾ കൺസിഡർ ചെയ്ത എംപ്ലോയി എന്ന് പറയുന്ന റിലേഷനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന രണ്ട് റിലേഷൻസ് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഇതിൽ രണ്ടിലും ഒരു മാനേജർ സോഷ്യൽ സെക്യൂരിറ്റി നമ്പരും അതേപോലെ തന്നെ ഒരു എംപ്ലോയി സോഷ്യൽ സെക്യൂരിറ്റി നമ്പരും ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ എംപ്ലോയീസിന്റെയും കറസ്പോണ്ടിങ് മാനേജറുടെ ഒരു റിലേഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ജോയിന്റ് ഓപ്പറേഷൻ ഈ പറയുന്ന രീതിയിൽ കൊടുക്കുവാനായിട്ട് സാധിക്കും. ഡിപ്പാർട്ട്മെന്റ്, അതിനുശേഷം ഒരു ബോട്ടൈ സിമ്പൽ, ആ സിമ്പലിന് താഴെ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക, മാനേജർ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ ഈസ് ഈക്വൽ ടു സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ ഓഫ് എംപ്ലോയി. അപ്പൊ ഇവിടെ മാനേജർ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ ഈസ് ഈക്വൽ ടു സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ ഓഫ് ദ എംപ്ലോയി. ഇതാണ് ഇവിടുത്തെ ജോയിനിങ് കണ്ടീഷൻ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന റിലേഷനിലെയും അതേപോലെ തന്നെ എംപ്ലോയി എന്ന് പറയുന്ന റിലേഷനിലെയും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ടപ്പിൾസുകൾ കമ്പൈൻ ചെയ്ത് വെച്ച് അതിന്റെ ഒരു റിസൾട്ട് നമുക്ക് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ജോയിന്റ് കണ്ടീഷൻ താഴെ കൊടുത്തിരിക്കുന്ന രീതിയിൽ വേണമെങ്കിലും എഴുതി കൊടുക്കാനായിട്ട് സാധിക്കും. അതായത് ഡിപ്പാർട്ട്മെന്റ് ഡോട്ട് മാനേജർ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ ഈസ് ഈക്വൽ ടു എംപ്ലോയി ഡോട്ട് സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ. ഈ ജോയിന്റ് റിലേഷന്റെ ചില പ്രോപ്പർട്ടീസ് നിങ്ങൾ അത്യാവശ്യം മനസ്സിലാക്കിയിരിക്കുക. R എന്ന് പറയുന്ന റിലേഷനിൽ n ടപ്പിൾസ് ഉണ്ടെന്ന് വിചാരിക്കുക. S എന്ന് പറയുന്ന റിലേഷനിൽ m ടപ്പിൾസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ റിസൾട്ടിംഗ് സൊല്യൂഷൻ ആയിട്ടുള്ള Q, അതിന്റെ ഡിഗ്രി n+m ആട്രിബ്യൂട്ടുകളായിരിക്കും. അതേപോലെ തന്നെ ഇതിലെ കോമ്പിനേഷണൽ ടപ്പിൾസ്, ജോയിനിങ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന കോമ്പിനേഷണൽ ടപ്പിൾസ് നിങ്ങൾക്ക് റിസൾട്ട് ആയിട്ട് കിട്ടും. ഇനി R എന്ന് പറയുന്ന റിലേഷനിൽ NR ടപ്പിൾസ് ഉണ്ട്. അതേപോലെ S എന്ന് പറയുന്ന റിലേഷനിൽ NS ടപ്പിൾസ് ഉണ്ടെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ ജോയിനിങ് റിസൾട്ട് നിങ്ങൾക്ക് തരുന്നത് എപ്പോഴും NR ഇൻറ്റു NS ടപ്പിൾസിനേക്കാൾ കുറവായ ടപ്പിൾസുകളുടെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും. വിവിധ തരത്തിലുള്ള ജോയിന്റ് സ്റ്റേറ്റ്മെന്റുകളെ കുറിച്ചിട്ടാണ് ഞാൻ വിവരിക്കുന്നത്. പ്രധാനമായും രണ്ട് തരത്തിലുള്ള ജോയിന്റ് സ്റ്റേറ്റ്മെന്റുകളാണുള്ളത്, ഇന്നർ ജോയിനും ഔട്ടർ ജോയിനും. ഇന്നർ ജോയിനിൽ തന്നെ മൂന്ന് വിഭാഗങ്ങളുണ്ട്: തീറ്റ ജോയിൻ, ഈക്കി ജോയിൻ, നാച്ചുറൽ ജോയിൻ. അതേപോലെ തന്നെ ഔട്ടർ ജോയിനിൽ മൂന്ന്
ഡിഫറെന്റ് കാറ്റഗറീസ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുവാനായിട്ട് സാധിക്കും. ലെഫ്റ്റ് ഔട്ടർ ജോയിൻ, റൈറ്റ് ഔട്ടർ ജോയിൻ, ഫുൾ ഔട്ടർ ജോയിൻ. ഇത്തരത്തിലുള്ള ജോയിൻസിനെ കാണിക്കാനായിട്ട് വിവിധ തരത്തിലുള്ള സിംബൽസുകൾ സാധാരണ ഉപയോഗിക്കാറുണ്ട്. തീറ്റ ജോയിന് തീറ്റയാണ് ഉപയോഗിക്കുന്നത്. നാച്ചുറൽ ജോയിനെ കാണിക്കാനായിട്ട് സ്റ്റാർ യൂസ് ചെയ്യുന്നു. ലെഫ്റ്റ് ഔട്ടർ ജോയിൻ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബോട്ടൈ സിംബൽ ഇടത് സൈഡിൽ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ റൈറ്റ് ഔട്ടർ ജോയിൻ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബോട്ടൈ സിംബൽ റൈറ്റിലേക്കുള്ള ഓപ്പണിംഗ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ ഒരു ഫുൾ ഔട്ടർ ജോയിൻ നിങ്ങൾക്ക് രണ്ട് സൈഡിലും ഓപ്പണിംഗ് ഉള്ള ഒരു ബോട്ടൈ സിംബൽ കാണുവാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇനി ഈ ജോയിനുകൾ ഏതൊക്കെ തരത്തിലുണ്ട് എന്നുള്ളത് നിങ്ങൾ നോക്കുക. ഇന്നർ ജോയിൻ എന്ന് പറയുമ്പോൾ രണ്ട് റിലേഷൻസിലും ഉള്ള ഡേറ്റകളിൽ കോമൺ ആയിട്ടുള്ള ടപ്പിൾസുകളായിരിക്കും നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. എന്നാൽ ഫുൾ ജോയിനിൽ സാധാരണ ലെഫ്റ്റ് ടേബിളിലുള്ള ഡേറ്റയും അതേപോലെ തന്നെ റൈറ്റ് ടേബിളിലുള്ള ഡേറ്റയും മുഴുവനായും നിങ്ങൾക്ക് ലഭ്യമാകും. ലെഫ്റ്റ് ജോയിൻ ആണെങ്കിൽ, ലെഫ്റ്റ് ഔട്ടർ ജോയിൻ ആണെങ്കിൽ ലെഫ്റ്റ് ടേബിളിലുള്ള മുഴുവൻ ടപ്പിൾസിന്റെയും കോമ്പിനേഷൻ നിങ്ങൾക്ക് ഫൈനൽ റിസൾട്ടിൽ ലഭ്യമാകും. അതേപോലെ തന്നെ റൈറ്റ് ജോയിൻ ആണെങ്കിൽ റൈറ്റ് ടപ്പിൾസിലുള്ള കംപ്ലീറ്റ് ടപ്പിൾസും നിങ്ങൾക്ക് നമ്മുടെ റിസൾട്ടിൽ ലഭ്യമാകും. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിഫറെന്റ് ഓപ്പറേഷൻസിനെ ഓരോന്നിനെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. ആദ്യമായിട്ട് തീറ്റ ജോയിൻ. ഇത് സാധാരണ ജോയിൻ ഓപ്പറേഷന്റെ ഒരു ജനറൽ കേസ് ആയിരിക്കും. ഇത് നൊട്ടേറ്റ് ചെയ്യുന്ന ഒരു തീറ്റ സിംബൽസ് കൊണ്ടാണെന്ന് പറഞ്ഞു. സാധാരണ ആ തീറ്റ എന്ന് പറയുന്ന ജോയിനിങ് കണ്ടീഷൻ ഒരു ബൂളിയൻ എക്സ്പ്രഷൻ ആയിരിക്കും. ബൂളിയൻ എക്സ്പ്രഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം. അതൊരു ട്രൂ ഓർ ഫോൾസ് വാല്യൂ തരുന്ന രീതിയിലുള്ള എക്സ്പ്രഷൻ ആയിരിക്കും. ആ എക്സ്പ്രഷന്റെ വാല്യൂ ട്രൂ ആവുകയാണെങ്കിൽ ഈ രണ്ട് റിലേഷൻസിലും കണ്ടീഷൻ ട്രൂ ആകുന്ന തരത്തിലുള്ള ടപ്പിൾസുകളുടെ കോമ്പിനേഷൻ നമുക്ക് റിസൾട്ടായിട്ട് ലഭ്യമാകും. ഈ തരത്തിലുള്ള ഡിഫറെന്റ് റിലേഷൻസ് ഫോം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻഡ് ഓർ നോട്ട് പോലുള്ള ലോജിക്കൽ ഓപ്പറേറ്റേഴ്സും അതേപോലെ തന്നെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന വിവിധ തരത്തിലുള്ള റിലേഷണൽ ഓപ്പറേറ്റേഴ്സും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതായത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു തുടങ്ങിയ വിവിധ തരത്തിലുള്ള റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ജോയിനിങ് കണ്ടീഷൻ ഫോം ചെയ്യുവാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇക്യു ജോയിൻ എന്ന് പറയുന്ന പ്രത്യേക രീതിയിലുള്ള ആ ജോയിനിങ് ഓപ്പറേഷൻ ആണ്. ഇക്യു ജോയിൻ ഓപ്പറേഷൻ ഒരു തീറ്റ ജോയിന്റെ ഒരു സ്പെഷ്യൽ കേസ് ആയിരിക്കും. അതായത് ഈ ജോയിനിങ് കണ്ടീഷൻ ഫോം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈക്വാലിറ്റി സൈൻ മാത്രം ഉപയോഗിച്ചിട്ടാണ് ജോയിനിങ് കണ്ടീഷൻ ഉണ്ടാക്കുന്നതെങ്കിൽ അതിനെ ഒരു ഇക്യു ജോയിൻ ഓപ്പറേഷൻ എന്നായിരിക്കും പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ രണ്ട് റിലേഷനിലുള്ള ഒരു കോമൺ ഫീൽഡ് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ റിലേഷൻസ് കമ്പൈൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ രണ്ട് ആട്രിബ്യൂട്ടുകളെയും ഒരു ഈക്വാലിറ്റി സിമ്പൽ ഉപയോഗിച്ചിട്ട് നമ്മുടെ ജോയിനിങ് കണ്ടീഷനിൽ സ്പെസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതനുസരിച്ചിട്ടുള്ള റിസൾട്ട് ആയിരിക്കും ലഭ്യമാകുന്നത്. അപ്പൊ ഇത് തീറ്റ ജോയിന്റെ ഒരു സ്പെഷ്യൽ കേസ് ആയിരിക്കും ഇക്യു ജോയിൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ. ഇത് വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ടേബിളുകൾ അഥവാ റിലേഷൻസ് കാണിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ ടേബിൾ സ്റ്റുഡന്റ് നോക്കുക. സ്റ്റുഡന്റ് ഐ ഡി, നെയിം, സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നതാണ് അതിലെ ആട്രിബ്യൂട്ട്സ്. അതിലെ രണ്ട് ടപ്പിൾസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതേപോലെ സബ്ജക്ട് എന്ന് പറയുന്ന മറ്റൊരു റിലേഷൻ, അതിലെ ക്ലാസ്
സബ്ജക്ട് എന്ന് പറയുന്ന രണ്ട് ആട്രിബ്യൂട്ടുകളും നിങ്ങൾക്ക് 4 ടപ്പിൾസും ഇവിടെ ഈ റിലേഷനിൽ കാണുവാനായിട്ട് സാധിക്കും. സ്റ്റുഡന്റ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന റിസൾട്ടിംഗ് റിലേഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു തീറ്റ ജോയിൻ, ഈ രണ്ട് റിലേഷൻസിന്റെയും ഒരു തീറ്റ ജോയിൻ എടുക്കുകയാണ്. അപ്പൊ സ്റ്റുഡന്റ് തീറ്റ സബ്ജക്ട്സ്, ഇവിടുത്തെ ജോയിനിങ് കണ്ടീഷൻ നോക്കുക. സ്റ്റുഡന്റ് ഡോട്ട് std ഈസ് ഈക്വൽ ടു സബ്ജക്ട് ഡോട്ട് ക്ലാസ്. ഇവിടെ രണ്ട് കോമൺ ഡൊമൈനിൽ വരുന്ന രണ്ട് കോളങ്ങൾ നിങ്ങൾ കമ്പയർ ചെയ്യാണ്. അതിൽ രണ്ടിലെയും വാല്യൂ ഈക്വൽ ആണെങ്കിൽ അത്തരത്തിലുള്ള ടപ്പിളുകൾ റിസൾട്ടിൽ നിങ്ങൾക്ക് ലഭ്യമാകും. ഇനി ഈക്വാലിറ്റി സൈൻ മാത്രമല്ല, നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ഒരു ബൂളിയൻ എക്സ്പ്രഷൻസ് തീറ്റ ജോയിനിൽ നിങ്ങൾക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കും. അതിന്റെ റിസൾട്ടിംഗ് റിലേഷൻ ആണ് ഇവിടെ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നോക്കുക, ആ റിസൾട്ടിംഗ് റിലേഷനിൽ സ്റ്റുഡൻസ് ഐ ഡി, നെയിം, സ്റ്റാൻഡേർഡ്, ക്ലാസ്, സബ്ജക്ട് എന്നിവ കാണാം. അപ്പൊ അതില് കോമ്പിനേഷൻ ആയിട്ട് STDയുടെ വാല്യൂവും ക്ലാസിന്റെ വാല്യൂവും ഈക്വൽ ആയിട്ടുള്ള ടപ്പിൾസുകളുടെ റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് അവിടെ ലഭ്യമാകുന്നത്. 3 ടപ്പിൾ റിസൾട്ടിൽ കാണാൻ സാധിക്കും. ഇവിടെ സബ്ജക്ട് ടേബിളിലുള്ള 12 സ്പോർട്സ് എന്ന് പറയുന്ന ഒരു കറസ്പോണ്ടിങ് ടപ്പിൾ അവിടെ ഇല്ല. അതായത് അതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് നമ്മുടെ സ്റ്റുഡന്റ് റിലേഷനിൽ ഇല്ലാത്തതുകൊണ്ടാണ് അത് റിസൾട്ടിൽ കാണിക്കാതിരിക്കുന്നത്. അപ്പൊ ഇതൊരു തീറ്റ ജോയിന്റെ എക്സാമ്പിൾ ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ തീറ്റ ജോയിന്റെ ഒരു പർട്ടിക്കുലർ കേസ് ആണ് ഈക്വി ജോയിൻ എന്ന് പറയുന്നത്. ഇവിടെ ഇതൊരു ഈക്വി ജോയിനും കൂടിയാണ്. അതായത് ഇവിടെ നിങ്ങൾ ജോയിനിങ് കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് ഒരു ഈക്വൽ ടു സൈൻ ഉപയോഗിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഈക്വി ജോയിന്റെ കൂടെ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി മറ്റൊരു തരത്തിലുള്ള ജോയിനിങ് ഓപ്പറേഷൻ ആണ് നാച്ചുറൽ ജോയിൻ ഓപ്പറേഷൻ. ഇത് സാധാരണ കാണിക്കുന്നത് ഒരു സ്റ്റാർ സിമ്പൽ ഉപയോഗിച്ചിട്ടായിരിക്കും. നേരത്തെ പറഞ്ഞ ഈക്വി ജോയിനിലുള്ള ചില പ്രത്യേക രീതിയിലുള്ള അൺവാണ്ടഡ് കണ്ടീഷനുകൾ അല്ലെങ്കിൽ റിസൾട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണ നമ്മൾ നാച്ചുറൽ ജോയിൻ ഉപയോഗിക്കുന്നത്. നേരത്തെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, അവിടെ നമ്മൾ 2 കോളങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അവിടെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ഒരു കോളം ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ക്ലാസ് എന്ന് പറയുന്ന ഒരു കോളം ഉണ്ടായിരുന്നു. അത് രണ്ടും സെയിം ഡൊമൈൻ ആണ്, അല്ലെങ്കിൽ രണ്ടും റെപ്രസെന്റ് ചെയ്യുന്നത് ഏകദേശം ഒരേ രീതിയിലുള്ള ഡേറ്റ ആയിരിക്കും. അപ്പോൾ ഡേറ്റയുടെ ഡ്യൂപ്ലിക്കേഷൻ, ആ കോളങ്ങളുടെ ഡ്യൂപ്ലിക്കേഷൻ അവിടെ റിസൾട്ടിൽ നിങ്ങൾക്ക് ഉണ്ടാകാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കോളങ്ങളുടെ ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കിക്കൊണ്ടുള്ള ആ ജോയിനിങ് ഓപ്പറേഷനെ പറയുന്ന പേരായിരിക്കും നാച്ചുറൽ ജോയിൻ എന്നുള്ളത്. എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് 2 റിലേഷൻ ഉണ്ടെന്ന് വെക്കുക. അതിൽ R എന്ന് പറയുന്ന റിലേഷൻ, അതിൽ ABCD എന്ന് പറയുന്ന ടപ്പിൾസ് ഉണ്ട്. S എന്ന് പറയുന്ന റിലേഷൻ, അതിൽ CDE എന്ന് പറയുന്ന ടപ്പിൾസ് ആട്രിബ്യൂട്ടുകളുണ്ട്. അപ്പോൾ ഇതിലെ ആട്രിബ്യൂട്ടുകളുടെ രീതി നിങ്ങൾ നോക്കുക. അതിൽ C എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് 2 റിലേഷനിലും റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. അതെ, അതിന് സമാനമായിട്ട് D എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് R എന്ന് പറയുന്ന റിലേഷനിലും S എന്ന് പറയുന്ന റിലേഷനിലും കാണാൻ പറ്റും. അതായത് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൽ 2 ആട്രിബ്യൂട്ടുകൾ റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്, സിയും ഡിയും. ഇങ്ങനെയുള്ള റിപ്പീറ്റഡ് ആട്രിബ്യൂട്ടുകൾ നമ്മളുടെ ബൂളിയൻ എക്സ്പ്രഷനിൽ വരികയും അത് നമ്മളുടെ റിസൾട്ടിൽ റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യുന്നത് ഒഴിവാക്കുന്ന തരത്തിലുള്ള ഓപ്പറേഷൻ ആയിരിക്കും നാച്ചുറൽ ജോയിൻ എന്നുള്ളത്. ഇപ്പോൾ നാച്ചുറൽ ജോയിന്റെ റിസൾട്ട് ഈ കേസിൽ സംഭവിക്കുന്നത് ABCDE എന്നായിരിക്കും. സിയും ഡിയും അവിടെ റിപ്പീറ്റ് ആയിട്ട് നമുക്ക് റിസൾട്ടിൽ ലഭ്യമാകില്ല. ഇതിന്റെ ഒരു എക്സാമ്പിൾ, നാച്ചുറൽ ജോയിന്റെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്കിവിടെ നേരത്തെ നമ്മൾ ഉപയോഗിച്ച അതേ ടേബിളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന നോക്കുക, സ്റ്റുഡന്റ് ഡീറ്റെയിൽസ്
സ്റ്റുഡന്റ് ഡീറ്റെയിൽസ് നോക്കുക. ആ സ്റ്റുഡന്റ് ഡീറ്റെയിൽസിൽ സ്റ്റുഡന്റ് സ്റ്റാർ സബ്ജക്ട് ആയിരിക്കും നിങ്ങൾ കൊടുക്കുന്നത്. ഇനി അതേപോലെ തന്നെ അതിലെ കോമൺ ഫീൽഡ് നെയിമുകളാണ് രണ്ടിലും ഉള്ളത്. സ്റ്റുഡന്റിൽ ക്ലാസ് എന്ന് പറയുന്ന ഒരു ഫീൽഡാണുള്ളത്. അതേപോലെ തന്നെ സബ്ജക്ട് എന്ന് പറയുന്ന റിലേഷനിലും ക്ലാസ് എന്ന് പറയുന്ന ഒരു ഫീൽഡാണുള്ളത്. അപ്പോൾ സ്റ്റുഡന്റ് ഡോട്ട് ക്ലാസ് ഈസ് ഈക്വൽ ടു സബ്ജക്ട് ഡോട്ട് ക്ലാസ് ആണെങ്കിൽ ആ ക്ലാസ് നമ്മുടെ റിസൾട്ടിംഗ് റിലേഷനിൽ ഒരു പ്രാവശ്യം മാത്രമേ റിപ്പീറ്റ് ചെയ്യുകയുള്ളൂ. നിങ്ങൾക്കിവിടെ റിസൾട്ടിംഗ് റിലേഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ 3 ടപ്പിൾസുകളുണ്ട്. അതേപോലെ തന്നെ ആട്രിബ്യൂട്ടുകളുടെ എണ്ണം നോക്കുക. അവിടെ 4 ആട്രിബ്യൂട്ടുകൾ മാത്രമേ ഉള്ളൂ. ക്ലാസ് 2 പ്രാവശ്യം അവിടെ റിപ്പീറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഓപ്പറേഷൻ പറയുന്ന പേരാണ് നാച്ചുറൽ ജോയിൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ. അടുത്തതായിട്ട് രണ്ടാമത്തെ കാറ്റഗറി, ജോയിൻ ഓപ്പറേഷന്റെ രണ്ടാമത്തെ കാറ്റഗറി, അതാണ് ഔട്ടർ ജോയിൻ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ. ഇത് സാധാരണ നമ്മൾ നേരത്തെ പറഞ്ഞ ഓപ്പറേഷനിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. അവിടെ നമുക്ക് കുറെ ഡേറ്റ ലോസ് ഉണ്ടാകാറുണ്ട്. അതായത് മാച്ചിങ് കണ്ടീഷൻ ഇല്ലാത്ത തരത്തിലുള്ള ടപ്പിൾസ് 2 റിലേഷൻസിൽ നിന്നും സാധാരണ ഇന്നർ ജോയിൻസിൽ ഒഴിവാക്കാറുണ്ട്. എന്നാൽ ഔട്ടർ ജോയിൻ എന്ന് പറയുന്ന ഈ സ്പെസിഫിക് ഓപ്പറേഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഒന്നാമത്തെ റിലേഷൻസിലെയോ അല്ലെങ്കിൽ രണ്ടാമത്തെ റിലേഷനിലെയോ അല്ലെങ്കിൽ 2 റിലേഷനിലുമുള്ള ഡേറ്റ നഷ്ടപ്പെടാതെ തന്നെ റിസൾട്ടിലേക്ക് കൊണ്ടെത്തുവാനായിട്ട് സാധിക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഓപ്പറേഷൻസിനെ പറയുന്ന പേരാണ് ഔട്ടർ ജോയിൻസ്. സാധാരണ ഔട്ടർ ജോയിൻസ് 3 രീതിയിലുണ്ട്. ഒന്നാമത്തത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ലെഫ്റ്റ് ഔട്ടർ ജോയിൻ എന്ന് പറയുന്നതായിരിക്കും. അപ്പൊ അത്തരം കേസിൽ നമ്മൾ ആർ ലെഫ്റ്റ് ജോയിൻ എസ് പറഞ്ഞു കഴിഞ്ഞാൽ ആർ എന്ന് പറയുന്ന ആ ലെഫ്റ്റ് സൈഡിലുള്ള ഫസ്റ്റ് റിലേഷനിലുള്ള മൊത്തം ടപ്പിൾസും നിങ്ങളുടെ ജോയിനിങ്ങിന്റെ റിസൾട്ടിൽ കിട്ടും. ഇതിന് സമാനമായിട്ട് രണ്ടാമത്തെ റിലേഷനിൽ മാച്ചിങ് വാല്യൂസ് ഇല്ലെങ്കിൽ റിസൾട്ടുകളിൽ അതിന് സമാനമായിട്ട് നൾ വാല്യൂസ് കാണിക്കുന്നതായിരിക്കും. ഇതേപോലെ തന്നെയാണ് റൈറ്റ് ഔട്ടർ ജോയിനും. ആ റൈറ്റ് ഔട്ടർ ജോയിന്റെ കേസിൽ രണ്ടാമത്തെ റിലേഷന്റെ, അതായത് നമ്മൾ കൊടുക്കുന്ന ജോയിനിങ് ഓപ്പറേഷനിലെ സെക്കൻഡ് റിലേഷനിലുള്ള കംപ്ലീറ്റ് ടപ്പിൾസുകളും നിങ്ങൾക്ക് ഫൈനൽ റിസൾട്ടിൽ ലഭ്യമാകും. ഇവിടെയും ഇതിന് സമാനമായിട്ട് ലെഫ്റ്റ് സൈഡിലുള്ള റിലേഷനിൽ മാച്ചിങ് ടപ്പിൾസ് ഇല്ലെങ്കിൽ അവിടെയൊക്കെ നൾ വാല്യൂസ് ഉപയോഗിച്ചിട്ട് റിസൾട്ട് ഫില്ല് ചെയ്ത് വെക്കും. ഇതിന്റെ രണ്ടിന്റെയും കൂടെ കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് ഫുൾ ഔട്ടർ ജോയിൻ എന്ന് പറയുന്നത്. ഇത് ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾസിനെ കുറിച്ചിട്ടൊക്കെ നേരത്തെ പറഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ബോട്ട് ടൈ സിമ്പിളിന്റെ 2 സൈഡിലും ഓപ്പണിംഗ് കാണിച്ചിരിക്കുകയാണ്. അപ്പോ ഫുൾ ഔട്ടർ ജോയിൻ എന്ന് പറയുന്ന ഓപ്പറേഷനിൽ 2 സൈഡിലുമുള്ള റിലേഷൻസിൽ, അതായത് ഇടത് സൈഡിലും വലത് സൈഡിലുമുള്ള റിലേഷൻസിലുള്ള മൊത്തം ടപ്പിൾസുകളും നിങ്ങൾക്ക് ജോയിന്റെ റിസൾട്ടായിട്ട് ലഭ്യമാകും. ഇവിടെ എല്ലാ കേസിലും മാച്ചിങ് ടപ്പിൾസ് ഇല്ലെങ്കിൽ അതിന് സമാനമായിട്ട് നൾ വാല്യൂസ് പാഡ് ചെയ്ത് റിസൾട്ടിൽ കാണിക്കുന്നതായിരിക്കും. ലെഫ്റ്റ് ഔട്ടർ ജോയിന്റെ എക്സാമ്പിൾ കാണിക്കുന്ന നേരത്തെ തന്നെ നമ്മൾ ഉപയോഗിച്ച 2 ടേബിൾസുകൾ പറയാണ്. സ്റ്റുഡന്റ് ടേബിളും അതേപോലെ തന്നെ സബ്ജക്ട് ടേബിളും. ഇവിടെ നോക്കുക, സ്റ്റുഡന്റ് ഐ ഡി ഉണ്ട്, നെയിം ഉണ്ട്, ക്ലാസ് ഉണ്ട്. അതേപോലെ തന്നെ സബ്ജക്റ്റിൽ നോക്കുക, ക്ലാസ് ഉണ്ട്, സബ്ജക്ട് ഉണ്ട്. ഇവിടെ നമ്മൾ സ്റ്റുഡന്റ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിലേഷൻ സ്റ്റുഡന്റ് ലെഫ്റ്റ് ഔട്ടർ ജോയിൻ സബ്ജക്ട് എന്ന് പറയുന്ന ആ ഒരു ഓപ്പറേഷൻ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കുകയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റുഡന്റ് എന്ന് പറയുന്ന ആ കറസ്പോണ്ടിങ് റിലേഷനിലെ ഫസ്റ്റ് ടപ്പിളിന് സമാനമായിട്ടുള്ള ക്ലാസ് ഉള്ള ഒരു ടപ്പിൾ നിങ്ങൾക്ക് സബ്ജക്റ്റിൽ ഇല്ല. അതിന് പകരം ആ ക്ലാസ്സിൽ
ആ റിലേഷനിലുള്ള കറസ്പോണ്ടിങ് ടപ്പിളിന് പകരം നിങ്ങൾക്ക് നൾ വാല്യൂസ് ഇവിടെ ബ്ലാങ്ക് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. നൾ വാല്യൂസ് അവിടെ കറസ്പോണ്ടിങ് ആയിട്ട് കാണുവാനായിട്ട് സാധിക്കും. ബാക്കി സമാനമായിട്ടുള്ള ടപ്പിൾസുകളും നിങ്ങൾക്ക് റിലേഷനിൽ ലഭ്യമാകുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ഇടത് സൈഡിലുള്ള അല്ലെങ്കിൽ ഫസ്റ്റ് റിലേഷനിലുള്ള സ്റ്റുഡന്റ് എന്ന് പറയുന്ന റിലേഷനിലുള്ള എല്ലാ ടപ്പിൾസുകളും ആ റിസൾട്ടിംഗ് റിലേഷനിൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇനി റൈറ്റ് ഔട്ടർ ജോയിൻ നോക്കുക. ഈ കേസിൽ രണ്ടാമത്തെ റിലേഷനിലെ അഥവാ ടേബിളിലുള്ള കംപ്ലീറ്റ് ടപ്പിൾസ് ആയിരിക്കും റിസൾട്ടിലേക്ക് വരുന്നത്. അതിന് സമാനമായിട്ട് മാച്ചിങ് ടപ്പിൾസ് ഒന്നാമത്തെ റിലേഷനിൽ അല്ലെങ്കിൽ ഇടതുവശത്തുള്ള റിലേഷനിൽ ഇല്ലെങ്കിൽ അവിടെ നൾ വാല്യൂ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ നോക്കാം. ഇവിടെ 10 എന്ന് പറയുന്ന ആ ക്ലാസ്സിന് സമാനമായിട്ടുള്ള അലക്സ് നിങ്ങൾക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ 11 സമാനമായിട്ടുള്ള മറിയ എന്ന് പറയുന്ന ടപ്പിൾ ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഇവിടെ നോക്കുക, ക്ലാസിന്റെ വാല്യൂ 12 ആയിട്ടുള്ള സബ്ജക്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഒന്നും ഈ സ്റ്റുഡന്റ് റിലേഷനിൽ ഇല്ല. അപ്പോ അത് പക്ഷേ നൾ വാല്യൂസ് ഉപയോഗിച്ചിട്ടായിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ കൊടുക്കുന്ന ഓപ്പറേഷന്റെ റൈറ്റ് സൈഡിലുള്ള കറസ്പോണ്ടിങ് റിലേഷനിലുള്ള എല്ലാ ടപ്പിൾസുകളും നമ്മളുടെ റിസൾട്ടിംഗ് റിലേഷനിൽ ഉൾപ്പെടുകയും അതേപോലെ തന്നെ അതിന് മാച്ചിങ് ആയിട്ട് ലെഫ്റ്റ് സൈഡിൽ ടപ്പിൾസ് ഇല്ലെങ്കിൽ അത് കാണിക്കുവാനായിട്ട് നൾ വാല്യൂസ് ഉപയോഗിക്കുകയും ചെയ്യുകയായിരിക്കും റൈറ്റ് ഔട്ടർ ജോയിനിൽ ചെയ്യുന്നത്. ഇതിന്റെ രണ്ടിന്റെയും കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് ഫുൾ ഔട്ടർ ജോയിൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ. ഇവിടെ രണ്ട് രീതിയിലുമുള്ള റിലേഷന് പ്രയോറിറ്റി ലഭ്യമാകും. അതായത് ഒന്നാമത്തെ റിലേഷനിലെയും രണ്ടാമത്തെ റിലേഷനിലെയും കംപ്ലീറ്റ് ടപ്പിൾസുകൾ നമ്മളുടെ റിസൾട്ടിൽ ലഭ്യമാകും. അതിന് സമാനമായിട്ട് ഇടത് സൈഡിലുള്ള അഥവാ വലത് സൈഡിലുള്ള റിലേഷനിൽ മാച്ചിങ് ടപ്പിൾസ് ഇല്ലെങ്കിൽ അവിടെയൊക്കെ നൾ വാല്യൂസ് നിങ്ങൾക്ക് ദൃശ്യമാകും. അതായത് ഇവിടെ നോക്കാം, ഒന്നാമത്തെ റിലേഷനിലുള്ള രാമു എന്ന് പറയുന്ന സ്റ്റുഡന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്ലാസ്സുകൾ സബ്ജക്റ്റിലില്ല. അതുകൊണ്ട് അവിടെ നൾ വാല്യൂസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ടപ്പിൾ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ സബ്ജക്റ്റിൽ 12 എന്ന് പറയുന്ന ക്ലാസ്സിന് സമാനമായിട്ടുള്ള ഒരു സ്റ്റുഡന്റ് നിങ്ങൾക്ക് ഇടത് സൈഡിൽ ദൃശ്യമല്ല. അതുകൊണ്ട് തന്നെ ആ റിസൾട്ടിംഗ് സൊല്യൂഷനിൽ 12ന് സമാനമായിട്ട് ഇടത് സൈഡിലുള്ള ആട്രിബ്യൂട്ടുകൾ കാണിക്കുന്ന സ്ഥലത്ത് നൾ വാല്യൂ ആയിരിക്കും ദൃശ്യമാകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഡേറ്റ ലോസ് ഇല്ലാതെ തന്നെ രണ്ട് റിലേഷൻസ് കമ്പൈൻ ചെയ്ത് വെച്ച് റിസൾട്ട് ഉണ്ടാക്കുവാനായിട്ട് നിങ്ങൾക്ക് ഫുൾ ഔട്ടർ ജോയിൻ എന്ന് പറയുന്ന ഓപ്പറേഷനിലൂടെ സാധ്യമാണ്. ഇത്രയും സമയം എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്കും ഈ ചാനലിന്റെ ലിങ്ക് എത്തിക്കുക. താങ്ക് യു.